Hi, hello all, welcome to my YouTube channel. ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഈസ്തറ്റിക് മൂവ്മെൻറ്റിൻ്റെ 19th സെഞ്ച്വറിയിലുള്ള ഈസ്തറ്റിസിസം അല്ലെങ്കിൽ ഈസ്തറ്റിക് മൂവ്മെൻറ്റിൻ്റെ സ്ലോഗനാണ് ആർട്ട് എന്ന് പറയുന്നത് ആർട്ടിന് വേണ്ടി മാത്രം ഉള്ളതാണെന്നുള്ളത്. അതൊരു ഫ്രഞ്ച് ഫോമാണ് കേട്ടോ, ഫ്രഞ്ച് വാക്കിൻ്റെ ട്രാൻസ്ലേഷനാണ് ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നുള്ളത്. ആൻഡ് ഈ ഒരു പ്രിൻസിപ്പിൾ ഫ്രഞ്ച് ഓതേഴ്സ് ആയിട്ടുള്ള വോൾട്ട പേറ്റർ, ഓസ്കർ വൈൽഡ്, ആർതർ സൈമൺസ് ഇങ്ങനെയുള്ള ആളുകളും ഈ ഒരു പ്രിൻസിപ്പിളിനെ അഡോപ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു ഡോക്ടറിൻ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. ആ ഡോക്ടറിൻ എന്താണ് ബിലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിഗാർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്യൂട്ടി എന്ന് പറയുന്നത് അതിനൊരു എൻഡ് തന്നെയാണ്. ആ ആർട്ടിനെ എന്ത് ചെയ്യുക, അതായത് ആർട്ടിനെ നമ്മൾ മോറൽ അല്ലെങ്കിൽ ഡൈഡാക്റ്റിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പർപ്പസിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി നിർത്തി ആർട്ടിൻ്റെ ഉദ്ദേശം ആർട്ട് തന്നെയാണ്, അല്ലാതെ അതിനൊരു ഉപദേശം തരാനോ പൊളിറ്റിക്സിൻ്റെ കാര്യം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതോ അല്ല ആർട്ടെന്ന് പറയുന്നത്. ആർട്ടെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് വേറൊരു സ്പിയറുമായിട്ടും അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ആർട്ട് ഫോർ ആർട്ട് സേക്ക്. അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എസ്തറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഇമാനുവൽ കന്ത്, അതുപോലെ തന്നെ വേറെ ജർമ്മൻ ഫിലോസഫേഴ്സൊക്കെ കൺസിഡർ ചെയ്തിരുന്നു. ഓക്കെ, അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ വിക്ടോറിയൻസിന് ആർട്ട് മോറൽസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അതായത് ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ വിക്ടോറിയൻ റൈറ്റേഴ്സ് അവരുടെ വർക്ക്സിനകത്തൂടെ അങ്ങ് ഉപദേശിക്കാം. പക്ഷേ ഇവർക്ക് അങ്ങനെ അല്ലായിരുന്നു. ആർട്ടെന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നടത്തണം എന്നായിരുന്നു പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അപ്പം പീറ്റർ, അതുപോലെ തന്നെ ഓസ്കർ വൈൽഡ്, ഇതൊക്കെ അദ്ദേഹമൊക്കെ ഈ ആർട്ടിനെ എന്താ പറയുക, ആർട്ടെന്ന് പറയുന്നത് പ്ലഷർ തരാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും അല്ലാതെ ഈ ഉപദേശത്തിന് വേണ്ടിയുള്ള കാര്യമല്ല എന്നൊക്കെയാണ് ഓസ്കർ വൈൽഡും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദെൻ ആർട്ട് ഫോർ ലൈഫ് സേക്ക് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ജോൺ റസ്കിനും ഈ കാർലയിൽ നിന്നുള്ള റൈറ്റേഴ്സൊക്കെ പറഞ്ഞിരുന്നത് ആർട്ട് ഫോർ ലൈഫ് സേക്ക് എന്നായിരുന്നു. പക്ഷേ ഓസ്കർ വൈൽഡ് വോൾട്ടർ പേറ്റർ പോലെയുള്ള ആളുകൾ ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറഞ്ഞ ഈ കാര്യത്തിലാണ് ഉറച്ചു നിന്നുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ ഈസ്തറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഡിക്കേഡൻസ്, അവരെ വിളിക്കുന്ന പേര് ഡിക്കേഡൻസ് എന്നാണ്. അവരൊരു ന്യൂ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ആയിരുന്നു. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിക്ടോറിയൻ ഏജിലുള്ള മോറൽ ആയിട്ടുള്ള റൂൾസ്, ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കളയുക. അതുപോലെ തന്നെ വളരെ സെൻഷ്യൽ പ്ലഷേഴ്സ് അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്ന പ്ലഷറിന് വേണ്ടിയുള്ളതാണെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ദേ ബിഗാൻ ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ഓൾ ആർട്ട് എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ്. അതായത് അത് ജസ്റ്റ് പ്ലഷറിന് വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണെന്നും മൊറാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഉപദേശം തരുന്ന കാര്യങ്ങളൊന്നും ആർട്ടിനകത്ത് വേണ്ട, അതിനകത്തുനിന്ന് ഫ്രീ ആക്കി മാറ്റുക. ഡെക്കേഡൻ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓസ്കർ വൈൽഡാണ് ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വോൾട്ടർ പേറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഓസ്കർ വൈൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു എൻ്റർടൈനിങ് ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് പ്രിസണിലൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നോവലിസ്റ്റ് ആയിരുന്നു, ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു, പോയറ്റ് ആയിരുന്നു. ഒരുപാട് കോമഡീസ് എന്താ പറയുക, കോമഡി ഓഫ് മാനേഴ്സ് ടൈപ്പ് ഓഫ് ഡ്രാമാസ് ഒക്കെ എഴുതിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്. അതിനകത്ത് തന്നെ വിറ്റി അല്ലെങ്കിൽ വളരെ സ്പാർക്ലിംഗ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് വളരെ ഇലാബറേറ്റഡ് ആണ്, ഡെക്കറേറ്റഡ് ആണ്. ഓസ്കർ വൈൽഡിൻ്റെ ഒരു പ്രോസ് വർക്കാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കൈൻഡ് ഓഫ് സീരീസ് ഓഫ് ഡയലോഗ്സ് ആണ് ലിറ്ററേച്ചറിനെ കുറിച്ചും ആർട്സിനെ കുറിച്ചും ഉള്ളത്. പിന്നെ ഹിസ് പോംസ് എന്ന് വെച്ചാൽ വളരെ പോപ്പുലർ ഒന്നും അല്ലായിരുന്നു ഓസ്കർ വൈൽഡിൻ്റെ പോംസ്. ആൻഡ് പിന്നെന്താ പറയുക, പിന്നെ ആർതർ സൈമൺസ് എന്ന് പറഞ്ഞ വേറൊരു റൈറ്ററും കൂടിയുണ്ട്. അദ്ദേഹവും എന്താ പറയുക ഈ ഡെക്കേഡൻ്റ് ഗ്രൂപ്പിനകത്ത് വരുന്ന ഒരാളാണ് ആർതർ സൈമൺസും. അതുപോലെ തന്നെ ആർതർ സൈമൺസ് പിന്നീട് സിംബോളിസ്റ്റ് പോയട്രിക്കകത്ത് വരുന്നൊരു മനുഷ്യനും കൂടിയാണ്. അതുപോലെ തന്നെ ഏണസ്റ്റ് ഡൗസൺ എന്ന് പറഞ്ഞൊരു റൈറ്ററും കൂടിയുണ്ട്. പിന്നെ ലിയോണൽ ജോൺസൺ ഉണ്ട്. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കേഡൻ മൂവ്മെൻറ്റ് കഴിഞ്ഞ് സിംബോളിക് മൂവ്മെൻറ്റിലോട്ട് പോകുന്ന ആ ഒരു റേഞ്ചിൽ എഴുതിയിരിക്കുന്ന റൈറ്റേഴ്സാണ്. പിന്നെ ഈ സമയത്ത് പബ്ലിഷ് ചെയ്യുന്ന 2 പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത് ദ യെല്ലോ ബുക്കും ദ സവോയിയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.